പോലീസ് എത്തി ആ വാതിൽ ചവിട്ടി തുറന്നപ്പോൾ കാണുന്ന കാഴ്ച അത്യന്തം ഭീകരമായിരുന്നു. ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. തൊട്ടപ്പുറത്ത് ആ സ്റ്റെയർ കേസിനോട് ചേർന്ന് ഒരാൾ തൂങ്ങി നിൽക്കുന്നു. ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീ 49 വയസ്സുള്ള ഷേർലിയാണ്. തൂങ്ങി നിൽക്കുന്ന ആൾ ജോബ് എന്ന് പറയുന്ന 38 വയസ്സുകാരൻ. പോലീസ് വിധി എഴുതി, ഇത് മറ്റൊന്നുമല്ല, ആ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം അയാൾ തൂങ്ങി മരിച്ചതാണ്. സത്യം അതാണോ? ജോബാണോ ആ സ്ത്രീയെ കൊന്നത്? അല്ല. ഞെട്ടിയോ? കാഞ്ഞിരപ്പള്ളി കൂപ്പള്ളിയിൽ നടന്ന ആ സംഭവത്തിൻ്റെ പിന്നാമ്പറ കഥയാണ് ഇന്ന് പറയുന്നത്. ഷേർലി രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഷേർലിയുടെ ആ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. തനിക്ക് ജീവിക്കണം, ആരുടെ മുമ്പിലും തലവനിക്കാൻ പാടില്ല, കൈ നിറച്ച് പൈസ ഉണ്ടാക്കണം, നട്ടൽ നിർത്തി ജീവിക്കണം എന്നുള്ള തീരുമാനത്തോടെ ഷേർലി രംഗത്തിറങ്ങി. ഷേർലി അങ്ങനെ പ്രേരിപ്പിച്ചത് ഷേർലിയുടെ കുടുംബജീവിതം തന്നെയാണ്. ഷേർലിയുടെ ഭർത്താവായ സാജു. അന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീധനം കൊടുത്താണ് ഷേർലി ഈ സാജുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇടുക്കിയിലാണ് അവർ ജീവിക്കുന്നത്. ആദ്യമൊക്കെ കുടുംബമായിട്ടൊക്കെ സന്തോഷകരമായിട്ട് പോവുകയാണ്. 2 മക്കളൊക്കെ ഉണ്ട്, ഒരാണും ഉണ്ട്, ഒരു പെങ്കൊച്ചൊക്കെ ഉണ്ട്. ഈ ഷേർലി നല്ല കഠിനാധ്വാനിയാണ്. അന്നത്തെ കാലത്ത് കോഴി ഫാമും അതുപോലെ പശുഫാമൊക്കെ നോക്കി നടത്തുന്നത് ഈ ഷേർലിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലോ മുറിയെ പണിയെടുക്കുന്ന ഒരു സ്ത്രീ, കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീ. ഭർത്താവിനെ പൊന്നുപോലെ നോക്കൂ, മക്കളെ നല്ലപോലെ നോക്കൂ, അങ്ങനെ കുടുംബത്തിന് വേണ്ടി രാത്രിയും പകലും ഒരുപോലെ കഷ്ടപ്പെടുന്ന സ്ത്രീയാണ് ഈ ഷേർലി. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ ഷേർലി നമ്മൾ അടുത്തറിയണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തതയോടെ പറയുന്നത്. പക്ഷെ ഭർത്താവായ സാജു ആണെങ്കിൽ തികഞ്ഞ മദ്യപാനി. മാത്രമല്ല ഭാര്യയെ സ്നേഹിക്കുന്നില്ല. അതിനെ ചൊല്ലി, മദ്യപാനത്തെ ചൊല്ലിയുള്ള വഴക്ക് വേറെ, സമാധാനമില്ലാത്ത അന്തരീക്ഷമായിട്ട് ആ കുടുംബം അങ്ങനെ പോവുകയാണ്. ആകെപ്പാടെ താളം തെറ്റിയ ഒരു കുടുംബം. ഷേർലിയുടെ മാനസിക നില ആകെ തെറ്റി. എന്നും അതിനെ ചൊല്ലി വഴക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സാജുവും ഷേർലി ഇപ്പോൾ 2 പാത്രത്തിലാണ്, അല്ലെങ്കിൽ 2 പാത്രമായി കഴിഞ്ഞു. അങ്ങനെ കോടതിയിൽ കേസ് നടക്കുകയാണ്, ഡൈവേഴ്സ് കിട്ടാൻ വേണ്ടിയുള്ള കേസ് നടക്കുകയാണ്. പക്ഷേ ഷേർലി ഇവിടെ തളരുന്നില്ല. എങ്ങനെയും ജീവിച്ചേ പറ്റൂ. സാജുവിൻ്റെ കുടുംബമൊക്കെ ഈ ഷേർലിയെ കുറ്റപ്പെടുത്തുമ്പോഴും അതിനൊന്നും ചെവി കൊടുക്കാതെ, ആരുടെ മുമ്പിലും തലകുനിക്കാതെ തൻ്റെ ഇടത്തോടെ ജീവിക്കാനുള്ളൊരു തീരുമാനമായിട്ട് നമ്മുടെ ഷേർലി മുന്നോട്ട് പോവുകയാണ്. തനിക്ക് സ്നേഹം കിട്ടണം അല്ലേ? ഒരു സ്ത്രീക്ക് എങ്ങനെ ഒറ്റയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റും? വലിയ പാടാണ്. ഷേർലിയുടെ ജീവിതത്തിൽ നെടുങ്കണ്ട സ്വദേശിയായ ഒരാൾ കടന്നു വരികയാണ്. ഷേർലിയെ പൊന്നുപോലെ നോക്കാം, രാജകുമാരിയെ പോലെ വാഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വരികയാണ്. ഇപ്പോൾ ഡൈവേഴ്സ് നടന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ആ നെടുങ്കണ്ട സ്വദേശിയുമായിട്ട് സന്തോഷകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ഈ ഷേർലിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ഷേർലിയുടെ സ്വപ്നങ്ങളൊന്നും ഇവിടെ പോവണിയുന്നില്ല. തനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന പ്രതീക്ഷയോടെ അവളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ജീവിതം തരാം എന്നൊക്കെ പറഞ്ഞ് ചിലവന്മാർ അടുത്ത് കൂടി. പക്ഷേ അവർക്ക് നോട്ടം ഈ ഷേർലിയുടെ പണവും സൗന്ദര്യവും ഒക്കെ ആയിരുന്നു, മറ്റൊന്നും അല്ല കേട്ടോ. ചിലരുടെ പേരൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അവിടെയൊക്കെ. ഒരു രജിസ്ട്രാറുണ്ട്, ഒരു DSP ഉണ്ട്. അങ്ങനെ പലരും ഈ ഷേർലിയുടെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ കൂട്ടായിട്ട് കൂടി. പക്ഷെ എല്ലാം തട്ടിപ്പാണെന്ന് ഈ ഷേർലി മനസ്സിലാക്കുകയാണ്. പല വാഗ്ദാനങ്ങളും പല ഓഫറുകളും കൊടുത്തിട്ടാണ് ഷേർലിയുടെ പിന്നാലെ ഈ അളിയന്മാരെല്ലാം വന്ന് കൂടുന്നത്. പക്ഷെ ഷേർലി ആർക്കും പിടികൊടുക്കുന്നില്ല. ചിലർക്ക് പിടികൊടുക്കുന്നു, ചിലർക്ക് പിടികൊടുക്കുന്നു. ആ രീതിയിലാണ് ഷേർലിയുടെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്പായിൽ വെച്ച് ജോബ് എന്ന് പറയുന്ന ഒരു 38 വയസ്സുകാരനെ കണ്ടുമുട്ടുന്നത്. ഈ കൂട്ടത്തിൽ ഈ ബന്ധത്തിലൊക്കെ നമ്മുടെ നെടുങ്കണ്ട സ്വദേശിയും ഈ DSP അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ആ ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാളെ ഈ ഷേർലി കണ്ടുമുട്ടുകയാണ്. ജോബ് എന്ന് പറയുന്ന 38 വയസ്സുകാരൻ. ആളാണെങ്കിൽ വിദ്യാസമ്പന്നൻ, അധ്യാപകൻ. ഇയാളുടെ വേറെ വല്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, ഈ തെരുവുപട്ടികളൊക്കെ എടുത്തു വളർത്തി അതിന് ആഹാരം കൊടുക്കുന്ന അത്രയും വലിയ വിശാല മനസ്കനാണ് ഈ ജോബ്. അയാൾ ഡൈവേഴ്സാണ്. അയാൾക്ക് ഈ സ്ത്രീയെ, അതായത് തന്നേക്കാൾ 10-12 വയസ്സ്, അതായത് ജോബിന് 38ഉം ഈ സ്ത്രീക്ക് 49 വയസ്സും ഉണ്ട്. അത്രയുള്ള വയസ്സ് വ്യത്യാസമൊന്നും നോക്കാതെ ഈ സ്ത്രീയെ ഇയാൾ ഇഷ്ടപ്പെടുകയാണ് ജോബ്. ഈ സ്ത്രീക്ക് വല്ലാത്തൊരു അനുകമ്പ ഈ ജോബിനോട് തോന്നുകയാണ്. അങ്ങനെ 2 പേരും കൂടി ഒരു ഉറച്ച തീരുമാനം എടുക്കും, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞൊരു പ്രതിജ്ഞയൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ കരൾ രോഗം വന്ന് മരിക്കുകയാണ്. അതോടുകൂടി ഈ സ്ത്രീ ശരിക്കും പറഞ്ഞ് അവിടെ ഒറ്റപ്പെടുന്നു. വീട്ടുകാരുടെ സപ്പോർട്ടില്ല. ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് ഈ ഷേർലി നീങ്ങുകയാണ്. മകനൊക്കെ ഉണ്ട്, 10-27 വയസ്സുള്ള മകനൊക്കെ ഉണ്ട്, മകളൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും ഈ ഷേർലിയുടെ കാര്യത്തിൽ വലിയൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു സ്ത്രീയായിട്ട് ഈ ഷേർലി മാറുകയാണ്. ആ ഒരു ജീവിതത്തിൽ തണലായിട്ട് മാറിയിരിക്കുകയാണ് ജോബ്. ഇവർ 2 പേരും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. കൂവപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് വെക്കണം, മനോഹരമായിട്ടുള്ള വീട്. ആ വീട്ടിൽ ഒരുപാട് ചെടികൾ, വലിയ വിശാലമായ മുറ്റം ഒക്കെ വേണം. അങ്ങനെ ആ വീട് നിർമ്മിച്ച് ഗംഭീരമായിട്ടുള്ളൊരു വീട്. പക്ഷേ ഈ വീട് പണിയാൻ ഒരുപാട് പേരിൽ നിന്നും പണം കടം വാങ്ങിയിട്ടാണ് ഷേർലി ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. ജോബിൻ്റെ പൈസയുണ്ട്, പല സുഹൃത്തുക്കൾ, അതായത് പല സുഹൃത്തുക്കളുണ്ടല്ലോ, അവരുടെ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം വലിയ കൗതുകമായിട്ട് മാറുകയാണ് ഈ ഷേർലിയുടെ ജീവിതം. കൂടെ താമസിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് സഹോദരനാണെന്ന് പറയും. പല ആൾക്കാർ ആ വീട്ടിൽ വന്നു പോകുന്നുണ്ട്. എല്ലാം ദുരൂഹം നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ ഷേർലിയുടെ ജീവിതം. ഷേർലി ആരാണ്?
എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് അടുത്ത് താമസിക്കുന്ന നാട്ടുകാർക്ക് പോലും അറിയില്ല. അതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോബുമായിട്ട് ഷേർലി തെറ്റുകയാണ്. അറിയാലോ, എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ബന്ധം അധികം നാൾ പോകത്തില്ല. അതിന് തെളിവാണ് ഇവരുടെ ജീവിതം. ഈ ജോബിന് ഒരുപാട് പൈസ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചു. ആ പൈസ ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല. ജോബിനെ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല, അവിടെ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ജോബ് അവിചാരിതമായിട്ട് ആ വീട്ടിലേക്ക് വരുമ്പോൾ കാണാൻ പാടുള്ള ചില കാര്യങ്ങൾ കണ്ടു. അത് ഈ ജോബിനെ മാനസികമായിട്ട് ആകെ തളർത്തി. അയാളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇത്തരം പ്രായമുള്ള സ്ത്രീയെ അയാൾ സ്നേഹിച്ചു എങ്കിൽ പോലും ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ജോബ് മാനസികമായിട്ട് ആകെ തകർന്ന് തരിപ്പണമായി. അതോടുകൂടി തന്നെ രണ്ടുപേരും അകന്നു. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും ടി വിയിലൂടെ അറിഞ്ഞ കാര്യമാണ്. ഈ ജോബിനെ പറ്റി ഷേർലിയെ പറ്റി ഒരു വിവരമില്ല 2 ദിവസമായിട്ട്. അങ്ങനെ സംശയം തോന്നിയ ഈ ഷേർലിയുടെ ഒരു സുഹൃത്ത് പോലീസ് വിളിച്ചറിയിക്കുന്നു. പോലീസ് ആ വീടിൻ്റെ വാതിൽ ചവിട്ടി തുറക്കുന്നു. കാണുന്ന കാഴ്ച ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരാൾ തൂങ്ങി നിൽക്കുന്നു, ഒരാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. പക്ഷേ ഇവിടെ മുതൽ ഒരുപാട് ദുരൂഹതകൾ ഈ കേസിനുണ്ട്. കാരണം ഈ വീടിൻ്റെ പിറവശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ്. മുൻവശത്തെ വാതിലാണ് നല്ല രീതിയിൽ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ പുറത്തു നിന്ന് ആരോ വന്ന് ഇത് ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോഴും പലരും വിചാരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ജോബിൻ്റെ കാല് തറയിൽ മുട്ടിയ രീതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ജോബ് എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി എല്ലാവർക്കും ഒരുപോലെ അഭിപ്രായമാണ്. കുട്ടികൾക്കും നാട്ടുകാർക്കും എല്ലാം ഒരേ അഭിപ്രായമാണ്. ജോബ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല. ഈ വഴി കിടക്കുന്ന പട്ടികളെ പോലും എടുത്തു വളർത്തുന്ന ഒരാൾക്ക് ഒരു മനുഷ്യജീവൻ അങ്ങനെ പിച്ച് ചീന്താൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് നിമിഷം പോലും ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ജോബ് ഇത് ചെയ്യില്ല. പിന്നെ ആരായിരിക്കും അല്ലേ? അത് പ്രസക്തമായൊരു ചോദ്യമാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വന്നു. ഈ ഷേർലിയെ 30 വർഷമായിട്ട് അടുത്തറിയാവുന്ന ഒരാളാണ് വിളിച്ചിരിക്കുന്നത്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കലും ജോബ് ഈ സ്ത്രീയെ കൊല്ലില്ല. ഈ സ്ത്രീക്ക്, അതായത് ഷേർലിക്ക്, ഒരുപാട് ശത്രുക്കൾ പുറത്തുണ്ട്. ഒരുപാട് പേരുടെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഷേർലിയുടെ മരണം ആഗ്രഹിക്കുന്ന ഒരു കഴുകൻ കൂട്ടങ്ങൾ പുറത്തുണ്ട്. അവർക്ക് ഷേർലി മരിച്ചേ മതിയാവൂ എന്നുള്ള ഒരു വാശിയിലാണ്. അതുകൊണ്ട് അവരിൽ ആരോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ആ വീട്ടിൽ കയറി ഇവരെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു സംശയമാണ് അയാൾ പറയുന്നത്. ഇതിനകത്ത് കുറച്ചൊരു സാധൂകരണം ഉണ്ട് കേട്ടോ. ഈ ഇവരുടെ ആത്മഹത്യ കുറിപ്പില്ല, പിറകിലെ വാതിൽ തുറന്നു കിടക്കുന്നു, അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ഈ കേസിനുണ്ട്. ശത്രുക്കളുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇവരുടെ ദുരൂഹം നിറഞ്ഞ ജീവിതം ഒരാൾക്ക് പോലും, അയൽവാസികൾക്ക് പോലും അറിയില്ല. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഈ ഷേർലിയുടെ വീടിനടുത്തുള്ള ആൾ പോലും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ആ അയൽവാസികൾക്ക് ഇന്നും ദുരൂഹമാണ്. അവർ കൈമലത്തുകയാണ്, അറിയില്ല. അവിടെ ചിലർ വന്നു പോകുന്നു, കൂടെ നിൽക്കുന്ന ആൾ സഹോദരനാണെന്ന് പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികൾ അയൽവാസി നമ്മളോട് എന്തോ ഒളിക്കുന്നു എന്നുള്ള തെളിവാണ് നമ്മുടെ അകലം പാലിക്കുന്നത്, നമുക്ക് മുഖം തരാതിരിക്കുന്നത്, എപ്പോഴും വാതിൽ പൂട്ടിയിടുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ആ വീട്ടിൽ എന്തോ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഈ ദുരൂഹതകളൊക്കെ ഈ ഷേർലിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ ഒരുപാടുണ്ട്. എന്തായാലും ഷേർലി മരിച്ചു, അത് സത്യം തന്നെയാണ്. ഷേർലിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹം നീക്കാൻ ഒരാളും ഇനി രംഗത്ത് വരില്ല. ആ കുടുംബം ഇപ്പോൾ എന്താ പറയുന്നത്, അത് അംഗീകരിച്ച് കഴിഞ്ഞു. എങ്കിൽ ഷേർലി മരിച്ചെങ്കിൽ മരിച്ചു എന്നുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ദുരിതങ്ങൾ മാറ്റാനൊന്നും അവരിനി രംഗത്തിറയില്ല. ഈ ജോബിൻ്റെ വീട്ടിൽ ഇതാണ് അവസ്ഥ. ഇതെല്ലാം ഒരു നാണം കെട്ട കേസല്ലേ. ഇതിൻ്റെയൊക്കെ പുറകിലൊക്കെ പോകാമെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന് ഏകദേശം ഫുൾ സ്റ്റോപ്പായി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കാമുകൻ കാമുകിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്ന ആ ഒരു ക്ലോസോടെ കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആ ഷേർലിയെ പറ്റിയാണ് ചിന്തിക്കുന്നത് കേട്ടോ. ജോബിനെ നമുക്ക് വിടാം. ഷേർലി ഒരുപാട് ജീവിക്കാൻ ആഗ്രഹിച്ച സ്ത്രീയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സാജു എന്ന ഭർത്താവ് ഉള്ളപ്പോൾ കുടുംബമൊക്കെ നോക്കി, മക്കളെയൊക്കെ നോക്കി, നല്ലതുപോലെ എല്ലുമുറി അധ്വാനിച്ച സ്ത്രീയായിരുന്നു ഷേർലി. പക്ഷേ എവിടെ വെച്ചാണ് ജീവിതം വഴിതെറ്റിയത്? ഭർത്താവിൽ നിന്ന് മതിയായി കെയർ കിട്ടാത്തപ്പോൾ അവർ പുതിയ ജീവിതം തേടി ഇറങ്ങി, പുതിയ കൂട്ടുകെട്ട് തേടി ഇറങ്ങി. പക്ഷേ അതെല്ലാം കഴുകന്മാരാണെന്നുള്ള ആ ഒരു തോന്നലും മനസ്സിലാക്കാനൊന്നും ഈ സ്ത്രീക്ക് പറ്റിയില്ല. അവസാനം ചതിക്കുഴിയിൽ പെട്ടുപോയി. ഒരുപാട് പേര് അവരെ മിസ്യൂസ് ചെയ്തു, അവരുടെ ധനവും എല്ലാം അപഹരിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അവസാനം എന്ത് നേടി? ഒന്നും നേടിയില്ല. ബൈബിളിൽ ഒരു വാക്യമുണ്ട്: ഒരുവൻ സർവ്വലോകവും നേടിയാലും സ്വന്തം ആത്മാവിനെ നേടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം അല്ലേ? നമ്മളിങ്ങനെ ഓടുകയാണ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി. സമ്പത്തുണ്ടാക്കണം, എല്ലാവരും കൊല്ലണം, അവൻ്റെ കൂടെ അടിച്ചു മാറണം എന്നൊക്കെ രീതിയിലാണ് ഓടുന്നത്. പക്ഷെ അവസാനം എപ്പോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് നേടും? ഒന്നും നേടില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഓടുന്ന ആൾക്കാർക്ക് ഇവരുടെയൊക്കെ ജീവിതം ഒരു ഗുണപാഠമാകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.